ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഫുട് പ്രിൻറ്റിനെ പറ്റിയാണ്. ഫുട് പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ ആദ്യം എടുക്കേണ്ടത്, അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഗ്രൗണ്ട് ലെവലിലെ ബിൽറ്റപ്പ് ഏരിയയുടെ ലൈൻ എടുക്കുക. ഇപ്പം ഈ ഒരു കേസിലാണെങ്കിൽ ഈ ഒരു ബിൽറ്റപ്പ് ഏരിയയുടെ നമ്മൾ കോപ്പി എടുത്ത് വെക്കാം. ഈ ഒരു ബിൽറ്റപ്പ് ഏരിയയുടെ ലൈൻ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കോപ്പി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ലൈൻ. ഇതിൻ്റെ പുറത്തേക്ക് ഒരു പ്രൊജക്ഷൻ ഒന്നുമില്ല. അപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ അതേ ലൈൻ തന്നെയാണ് നമ്മൾ ഫുട് പ്രിൻ്റായിട്ട് വെക്കേണ്ടത്. ഇപ്പം ഇൻ കേസ് നമുക്കൊരു ഇവിടെ ഒരു പ്രൊജക്ഷൻ ഉണ്ടായിരുന്നു എന്ന് വയ്ക്കുക, ഒരു ബാൽക്കണിയോ എന്തെങ്കിലും, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫുട് പ്രിൻ്റ് വ്യത്യാസം വരും. അപ്പം ഇങ്ങനെ ഒരു ബാൽക്കണി ഇവിടെ വരുവാണെങ്കിൽ നമ്മുടെ ഫുട് പ്രിൻ്റ് ലൈൻ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. കണ്ടോ? ഇതപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലിട്ട് വരച്ചു. എന്നിട്ട് ഇത് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് തന്നെ കോപ്പി എടുത്ത് നമ്മൾ ഈ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വെക്കാം. അപ്പോൾ ഇവിടെ ഒരു പ്രൊജക്ഷൻ ലൈൻ കാണും. അപ്പോൾ ഇതായിരിക്കും നമ്മൾ ഈ രണ്ട് ഫ്ലോറിലും വെക്കുന്ന, ഇതായിരിക്കും ഇതിൻ്റെ ഫുട് പ്രിൻ്റ്. അപ്പോൾ ഇതിനാണ് ഫുട് പ്രിൻ്റ് എന്ന് പറയാം. ഒരൊറ്റ ലൈൻ നമ്മൾ വരച്ചിട്ട് അത് തന്നെ എല്ലാ ഫ്ലോറിലും കോപ്പി ചെയ്ത് വെച്ചില്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയ വ്യത്യാസം വരും. ഒന്നല്ലെങ്കിൽ ഏരിയ കറക്ഷനായിട്ട് വരും, അല്ലെങ്കിൽ വെർട്ടെക്സിൻ്റെ എണ്ണത്തിൽ എറർ വരും. വെർട്ടെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലൈൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണുന്ന ഈ ബ്ലൂ കളർ റെക്റ്റാങ്കുലർ ഷേപ്പിനാണ് പറയുന്നത്, പോയിന്റിനെ. ഇതാണ് വെർട്ടെക്സ്. നമുക്കിപ്പോൾ പഴയതിൽ തന്നെ പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ബിൽഡിംഗ് ഫുട് പ്രിൻ്റ് അല്ലെങ്കിൽ ഫ്ലോർ ലെവൽ ഫുട് പ്രിൻ്റിൽ വരാവുന്ന എറർ എന്തൊക്കെയാണെന്നാണ് അടുത്തത്. ഒരു എറർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെർട്ടെക്സ് എന്ന് പറഞ്ഞല്ലോ, ഈ വെർട്ടെക്സിൻ്റെ എണ്ണം, നമ്മൾ ഈ വെർട്ടെക്സിൻ്റെ എണ്ണം ഈ ലൈനിൽ ഇപ്പോൾ ക്ലിക്ക് ചെയ്തേക്കുന്നത് ഇതെല്ലാം എണ്ണി വരുമ്പോൾ എത്ര കിട്ടുന്നോ അതേ നമ്പർ തന്നെ ആയിരിക്കണം നമ്മൾ സൈറ്റ് പ്ലാനിൽ വെച്ചിരിക്കുന്ന ഈ വെർട്ടെക്സിൻ്റെ എണ്ണം. ഇത് എണ്ണി നോക്കുക, ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ എണ്ണവും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് എററായിട്ട് വരും. ഈ ഗ്രൗണ്ടിൽ മാത്രമല്ല, ഫസ്റ്റിലെ വെർട്ടെക്സിൻ്റെ എണ്ണവും കറക്റ്റായിരിക്കണം. 3 എണ്ണത്തിലും, ഗ്രൗണ്ടിലും ഫസ്റ്റിലും എത്ര ഫ്ലോർ ഉണ്ടോ അതിൻ്റെ എല്ലാത്തിലും വെക്കുന്ന ഫുട് പ്രിൻറ്റിൻ്റെ ഫ്ലോർ ലെവൽ ഫുട് പ്രിൻറ്റിൻ്റെ എണ്ണവും സൈറ്റ് പ്ലാനിൽ വെക്കുന്ന ഫുട് പ്രിൻറ്റിൻ്റെ വെർട്ടെക്സിൻ്റെ എണ്ണവും കറക്റ്റായിരിക്കണം. ഇല്ലെങ്കിൽ എറർ വരും. ഇല്ലെങ്കിൽ അങ്ങനെ മാത്രമല്ല, ഇപ്പം നമ്മളിത് ഈ ഒരു ഫ്ലോർ ലെവൽ ഫുട് പ്രിൻറ്റിൻ്റെ കോപ്പി എടുക്കാതെയാണ് നമ്മൾ സൈറ്റിൽ വെച്ചിരിക്കുന്നതെങ്കിൽ, രണ്ടാമത് വരച്ചാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും മൈന്യൂട്ടായിട്ട് ഏരിയ വ്യത്യാസം വരാം, അതൊരു എററായിട്ട് വരാം. അല്ലെങ്കിൽ വെർട്ടെക്സിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരാം. അപ്പോൾ അതാണ് ബിൽഡിംഗ് ഫുട് പ്രിൻറ്റിൽ വരുന്ന എറർ.